നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം റിപ്പോർട്ടുകൾ വിശദമായി. നാടാകെ മഴ ദുരിതം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. മഴക്കെടുതിയിൽ ഇന്ന് 3 മരണം. തിരുവനന്തപുരത്ത് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരാൾ മരിച്ചു. കോഴിക്കോട് ഒളവണ്ണയിൽ നടപ്പാലത്തിൽ നിന്ന് കാൽവഴുതി വീണ് യുവാവിന് ദാരുണാന്ത്യം. മീൻ പിടിക്കുന്നതിനിടെ കാസർഗോഡ് വലിയ പറമ്പിൽ പുഴയിൽ വീണ് യുവാവ് മരിച്ചു. വലിയ പറമ്പ് സ്വദേശി KPP മനോജാണ് മരിച്ചത്. പ്രദേശങ്ങളിൽ കടലാക്രമണവും രൂക്ഷമാണ്. സർക്കാർ നടപടി അപര്യാപ്തമെന്നാരോപിച്ച് പലയിടത്തും ജനങ്ങൾ തെരുവിലുമിറങ്ങി. എറണാകുളത്ത് എടവനക്കാട് പഞ്ചായത്തിൽ നാളെ ജനകീയ സംരക്ഷണ സമിതി ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ പലയിടത്തും നദികൾ കരകവിഞ്ഞു. തിരുവനന്തപുരം നഗരൂരിൽ ആടിന് പച്ചില ശേഖരിക്കാൻ പോയപ്പോൾ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് സഫിയുദ്ദീൻ മരിച്ചത്. കോഴിക്കോട്ട് നടപ്പാലത്തിൽ നിന്ന് കാൽ വഴുതി ഒളവണ്ണ സ്വദേശി രതീഷ് മരിച്ചു. ശക്തമായ മഴയിൽ തിരുവനന്തപുരം കോട്ടൂരിൽ 2 വീടുകളും കൊല്ലത്ത് 1 വീടും തകർന്നു. ആർക്കും പരുക്കില്ല. കോട്ടയം പാലായിൽ വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണു. വിദ്യാർത്ഥിനി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിരുവാതുക്കലിൽ ശക്തമായ കാറ്റിൽ നിരവധി വീടുകളുടെ മേൽക്കൂര തകർന്നു. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. പത്തനംതിട്ട തിരുവല്ല ശ്രീമൂലപുരത്ത് 10ഓളം വീടുകളിൽ വെള്ളം കയറി. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ വളപ്പിലും വെള്ളം കയറി. എറണാകുളം കണ്ണമാലിയിൽ കടലാക്രമണത്തിൽ വീടിടിഞ്ഞു വീണു. കാക്കനാട് ഇൻഫോ പാർക്ക് റോഡിൽ മരം വീണ് 3 വൈദ്യുത പോസ്റ്റുകൾ തകർന്നു. പാലക്കാട് അട്ടപ്പാടിയിൽ ശക്തമായ കാറ്റിൽ വൈദ്യുതി പോസ്റ്റുകൾ നിലം പൊത്തി. കോഴിക്കോട് മാവൂർ, ചാത്തമംഗലം പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കണ്ണൂർ ആലക്കോട് കാർത്തികപുരത്ത് സ്കൂളിന്റെ മതിൽക്കെട്ട് റോഡിലേക്ക് തകർന്നു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ചൊക്ലിയിൽ കൂറ്റൻ മരം ഒടിഞ്ഞു വീണ് 3 കാറുകൾ തകർന്നു. വയനാട് പുൽപ്പള്ളിയിൽ റോഡിന് കുറുകെ മരം വീണ് വീടിന്റെ മതിൽ തകർന്നു. ജില്ലയിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. കാസർഗോഡ് 3ാം കടവ് കൂവാരയിലെ ഉരുൾപൊട്ടലിൽ വ്യാപക കൃഷിനാശമുണ്ടായി. ചെർക്കളയ്ക്കും ബേവിഞ്ചയ്ക്കുമിടയിൽ മണ്ണിടിച്ചിലുണ്ടായി. കുറ്റിക്കോലിൽ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന കാർ യാത്രക്കാർ ഒഴുക്കിൽപ്പെട്ടു. അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളുടെ തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. ചാവക്കാട്ട് ഒട്ടേറെ വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ്. ആലപ്പുഴ ആറാട്ടുവഴിയിൽ ഇന്നലെ മതിലിടിഞ്ഞു വീണ് മരിച്ച 14-കാരൻ അൽ ഫയാസിന്റെ മൃതദേഹം സംസ്കരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കനത്ത മഴയെ തുടർന്ന് കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ, ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. ട്യൂഷൻ സെന്ററുകൾക്കും അംഗനവാടികൾക്കും അവധി ബാധകമാണ്. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അംഗനവാടികൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉയർന്ന അളവിൽ മഴ പെയ്യുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ 24-നോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. മധ്യ കേരളത്തിലും മലയോര മേഖലയിലും മഴ കനത്തേക്കും. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ
പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. നാളെ കഴിഞ്ഞ് മഴയുടെ തീവ്രത കുറയും. തീവ്രത കുറഞ്ഞ നിലയിൽ പരക്കെ മഴയ്ക്കുള്ള സാധ്യത 2 ദിവസം കൂടി നീണ്ടു നിൽക്കുന്നുണ്ട്. ഇന്നും നാളെയാകുമ്പോൾ തീവ്രത വീണ്ടും കുറയും. അതിനുശേഷം സാധാരണ നിലയിലേക്കുള്ള സാധാരണഗതിയിലുള്ള മിതമായതോ നേരിയ തോതിലുള്ള മഴയെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട മണിമലയാറ്റിലെ കല്ലൂപ്പാറ സ്റ്റേഷനിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കരമനയാറിലെ വെള്ളൈക്കടവ്, പമ്പയിലെ മടമൺ, അച്ചൻകോവിലെ തുമ്പമൺ, മണിമലയാറ്റിലെ പുല്ലക്കയാർ, തൊടുപുഴയിലെ മണക്കാട്, ഗായത്രിപ്പുഴയിലെ കൊണ്ടാഴി സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ കൊല്ലം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിക്കും. ചത്ത മൃഗങ്ങളെയും പക്ഷികളെയും മുൻകരുതലുകളില്ലാതെ കൈകൊണ്ടെടുക്കരുത്. വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നവർ പ്രത്യേക ശ്രദ്ധ വെക്കണം. ആശുപത്രി സന്ദർശകർ മാസ്ക് ധരിക്കണം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കണം. വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. വെൽക്കം ബാക്ക്. പ്രൈം ടൈം ന്യൂസ് തുടരുന്നു. അടുത്ത വാർത്തയിലേക്ക്. ഇളവിൽ പൊളിഞ്ഞ സർക്കാർ. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം വിവാദമായതിനു പിന്നാലെ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി തലയുരാൻ സർക്കാർ ശ്രമം. ശിക്ഷ ഇളവിനുള്ള പട്ടികയിൽ ടി.പി. കേസ് പ്രതികളെ ഉൾപ്പെടുത്തിയ 3 ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പ്രതിപക്ഷം നിയമസഭയിൽ വിഷയം ഉയർത്തുന്നതിന് തൊട്ട് മുൻപായിരുന്നു സർക്കാരിന്റെ നീക്കം. സർക്കാരിന്റെ ശമ്പളം പറ്റി പ്രതിപക്ഷത്തിനായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസിനെതിരെ മന്ത്രി എം.ബി. രാജേഷ് പ്രതികരിച്ചു. ചട്ടം 50 പ്രകാരം ഇന്ന് ലഭിച്ചിരിക്കുന്ന നോട്ടീസ് ടി.പി. ചന്ദ്രശേഖരൻ കൊലപാതക കേസ് പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാൻ ശ്രമിക്കുന്നതായി പറയപ്പെടുന്ന നീക്കത്തെ സംബന്ധിച്ചാണ്. ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഇതിനകം വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ മറ്റ് അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ ചട്ടം 52(5) പ്രകാരം നോട്ടീസ് നിരക്കുകയാണെന്ന്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഇതേ വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിച്ചപ്പോൾ സ്പീക്കറുടെ മറുപടി ഇതായിരുന്നു: സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കവുമില്ലെന്ന്. ഇന്ന് ആദ്യ സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് വിഷയം വീണ്ടും ഉയർത്തി. അത് പരിഗണിക്കുന്നതിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ഉത്തരവിട്ടു. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി.ജി. അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ.വി. രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാനുള്ള നീക്കമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കെ രമയുടെ മൊഴി ഇന്നലെയും രേഖപ്പെടുത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ്. ഇതൊരു അഭ്യൂഹമാണ് സാർ. ഈ ജയിൽ സൂപ്രണ്ട്, സർക്കാരല്ല പറഞ്ഞത്, ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്ത് എങ്ങനെ അഭ്യൂഹം? മാനദണ്ഡങ്ങൾ ലംഘിച്ച ഒരാൾക്കും ഇളവ് നൽകില്ലെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി നൽകി എം.ബി. രാജേഷ്. നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പരിഗണനയും ഒരാൾക്കും കൊടുക്കില്ല, നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുകയില്ല എന്ന കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കിയതാണ്. ഇളവ് നൽകാനുള്ള നീക്കം സജീവമാണെന്ന് കെ രമയും കുറ്റപ്പെടുത്തി. നമ്മുടെ സഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം അതൊക്കെ നിർത്തിവെച്ചു എന്ന് വിചാരിക്കുന്നിടത്താണ് നിർത്തിയിട്ടില്ല, സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. വിവാദമായതിനു ശേഷവും കെ രമയുടെ മൊഴിയെടുത്ത പോലീസ് നീക്കത്തിൽ മന്ത്രി എം.ബി. രാജേഷിന്റെ പ്രതികരണം ഇങ്ങനെ: സബ്മിഷനിലൂടെ യഥാർത്ഥത്തിൽ ഉന്നയിച്ചത് അടിസ്ഥാനമില്ലാത്തൊരു കാര്യമാണ്, ഇപ്പൊ പ്രസക്തമല്ലാത്ത ഒരു പ്രശ്നമാണ്. സഭയ്ക്ക് പുറത്തെ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ്. വീണ്ടും സഭയിൽ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു, ഇപ്പൊ സബ്മിഷനായിട്ടൊന്ന് കൊണ്ടുവന്നു. ടി.പി. കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം തുടർന്നാൽ കടുത്ത പ്രതിഷേധം നടത്തുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ മുന്നറിയിപ്പ്. 24 തിരുവനന്തപുരം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒരു പ്രതിക്ക് കൂടി ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം പുറത്തുവന്നു. 11ാം പ്രതി ട്രൗസർ മനോജിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കമാണ് ഒടുവിൽ പുറത്തുവന്നത്. പ്രതിയുടെ ശിക്ഷാ ഇളവിന് മൊഴിയെടുക്കാൻ കൊളവല്ലൂർ പോലീസ് വിളിച്ച വിവരം കെ രമ എം.എൽ.എ. ആണ് പുറത്തുവിട്ടത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കം നടത്തിയിട്ടില്ലെന്ന സർക്കാർ വാദം വീണ്ടും പൊളിയുന്നു. അണ്ണൻ സിജിത്ത്, മുഹമ്മദ് ഷാഫി, ടി.കെ. രജീഷ് എന്നിവർക്ക് പുറമെ ട്രൗസർ മനോജ് എന്ന പ്രതിക്കും ശിക്ഷാ ഇളവ് നൽകാൻ നീക്കം. ഇക്കാര്യത്തിൽ മൊഴിയെടുക്കാൻ കൊളവല്ലൂർ പോലീസ് കെ രമയെ ഫോണിൽ വിളിച്ച വിവരം
പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിയമസഭയിൽ വെളിപ്പെടുത്തി. ഇന്നലെ വൈകുന്നേരം 7:37 രമയുടെ മൊഴി കോളവല്ലൂർ പോലീസ് സ്റ്റേഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് അഭ്യൂഹമാണ് നിങ്ങൾ പറയാ. ടി.പി. കൊല്ലപ്പെടുമ്പോൾ CPIM കടുങ്ങോൻപൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ട്രൗസർ മനോജ്. കണ്ണൂരിലെ തൂവക്കുന്ന് സ്വദേശിയാണ്. ഗൂഢാലോചനയിൽ PK കുഞ്ഞനന്ദനും ജ്യോതിബാബുവിനുമൊപ്പം ട്രൗസർ മനോജും പങ്കെടുത്തിരുന്നെന്ന് വിചാരണാ കോടതി കണ്ടെത്തിയിരുന്നതായി KK രമ MLA. 11ാം പ്രതിയായ ട്രൗസർ മനോജ്, അദ്ദേഹം അന്ന് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. ബ്രാഞ്ച് സെക്രട്ടറിയായി ഗൂഢാലോചനയിൽ കുഞ്ഞനന്ദനോടൊപ്പം ജ്യോതിബാബുവിനോടൊപ്പം രാമചന്ദ്രനോടൊപ്പം പങ്കെടുത്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തെ കൂടി വിട്ടയക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ട്രൗസർ മനോജിന് വിചാരണാ കോടതി ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷിച്ചത്. ഒരു കാരണവശാലും ശിക്ഷാ ഇളവ് നൽകരുതെന്നും 20 വർഷത്തേക്ക് ജയിലിന് പുറത്തുവിടരുതെന്നുമുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ബാധകമായ പ്രതികളിൽ ഒരാളാണ് ട്രൗസർ മനോജ്. 24 തിരുവനന്തപുരം. ഇനി ഡൽഹിയിലുള്ള വാർത്തയിലേക്കാണ്. സഭയിൽ നേർക്കുനേർ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിലും ചോദ്യപേപ്പർ ചോർച്ചയിലും നിഷ്പക്ഷമായ അന്വേഷണം നടത്തുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും പാർലമെന്റിലെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി വ്യക്തമാക്കി. മോദി സർക്കാരിൽ ജനങ്ങൾ വീണ്ടും വിശ്വാസം അർപ്പിച്ചുവെന്നും പുതിയ സർക്കാർ ഐതിഹാസിക തീരുമാനങ്ങൾ എടുക്കുമെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിലായിരുന്നു ചോദ്യപേപ്പർ ചോർച്ചയിൽ രാഷ്ട്രപതി നയം വ്യക്തമാക്കിയത്. കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ നൽകുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. മുമ്പും ചോദ്യപേപ്പർ ചോർന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായ യോജിപ്പ് വിഷയത്തിൽ കാണിക്കാൻ എല്ലാവരും സന്നദ്ധരാകണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർദ്ദേശിച്ചു. രാജ്യത്തിന്റെ വികസന തുടർച്ചയാണ് സർക്കാരിന്റെ ഗ്യാരണ്ടി. ലോകത്തെ 3ാമത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈക്കൊള്ളുന്ന നടപടികളെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. വരുന്ന ബഡ്ജറ്റ് ചരിത്രപരമാകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. दुनिया देख रही है कि भारत के लोगों में लगातार तीसरी बार स्थिर और स्पष्ट बहुमत की सरकार बनाई है. लोगों ने मेरी सरकार पर लगातार तीसरी बार भरोसा जताया. സഭയിൽ പിന്തുടരുന്ന രീതികൾ അനുചിതമാണെന്ന് ഉന്നയിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി നേതാക്കൾ സ്പീക്കർക്ക് പരാതി നൽകി. അടിയന്തരാവസ്ഥ അടക്കമുള്ള പരാമർശങ്ങളും ഭരണപക്ഷ പ്രകോപനങ്ങളുമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. സ്പീക്കർ സഭയിൽ അടിയന്തരാവസ്ഥ സംബന്ധിച്ചിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് തെറ്റായിപ്പോയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അറിയിച്ചു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. പാർലമെന്റിൽ ഭരണഘടനാ സംരക്ഷണത്തിൽ കൊമ്പ് കോർത്ത് BJPയും പ്രതിപക്ഷവും. അടിയന്തരാവസ്ഥയെക്കുറിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും കൂടി പരാമർശിച്ചതോടെ വിഷയം പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കുമെന്നുറപ്പായി. അതിനിടെ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള പരാമർശത്തിൽ സ്പീക്കറെ നേരിട്ട് കണ്ട് ഇന്ത്യ സഖ്യ നേതാക്കൾ പ്രതിഷേധമറിയിച്ചു. പാർലമെന്റിലും പുറത്തും ഭരണഘടന ഉയർത്തി ഇന്ത്യ സഖ്യം നടത്തുന്ന പ്രചാരണത്തെ പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരാവസ്ഥ ആയുധമാക്കിയതോടെ 18ാം ലോക്സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം മുതൽ ഏറ്റുമുട്ടലും ആരംഭിച്ചു. നയപ്രഖ്യാപനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അടിയന്തരാവസ്ഥയെക്കുറിച്ച് പരാമർശിച്ചു. 27 जून है. 25 जून 1975 को लागू हुआ आपातकाल संविधान पर सीधे हमले का सबसे बड़ा और काला अध्याय था. ഉപരാഷ്ട്രപതി ജഗദീപ് ധങ്കർ അത് ആവർത്തിച്ചു. കഴിഞ്ഞ ദിവസം ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ പ്രസംഗത്തിൽ സ്പീക്കർ ഓം ബിർള നടത്തിയ പരാമർശത്തിൽ കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നു. സൗഹൃദ സന്ദർശനത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്പീക്കറെ സന്ദർശിച്ച ഇന്ത്യ സഖ്യ നേതാക്കൾ ഇക്കാര്യത്തിൽ എതിർപ്പറിയിച്ചു. പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇത്തരമൊരു പരാമർശം ചെയറിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നും വിഷയം ഗുരുതരമെന്നും ചൂണ്ടിക്കാണിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സ്പീക്കർക്ക് കത്തയച്ചു. 24, ഡൽഹി. ഭരണ പ്രതിപക്ഷ പോരിന്റെ കേന്ദ്രമായി വീണ്ടും ചെങ്കോൽ രാഷ്ട്രീയം. നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയ രാഷ്ട്രപതിയെ ചെങ്കോൽ കൊണ്ട് എതിരേറ്റതാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പാർലമെന്റിൽ ചെങ്കോളിന് പകരം ഭരണഘടന സ്ഥാപിക്കണമെന്ന് സമാജ്വാദി പാർട്ടി ആവശ്യപ്പെട്ടു. പ്രതിപക്ഷം തമിഴ് സംസ്കാരത്തെയും ചെങ്കോളിനെയും അവഹേളിക്കുന്നുവെന്ന് BJP കുറ്റപ്പെടുത്തി. സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ പാർലമെന്റിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സ്വീകരിക്കുന്ന ചടങ്ങിൽ പതിവ് ആചാരക്രമങ്ങൾക്കൊപ്പം ഇത്തവണ ചെങ്കോലും ഇടം പിടിച്ചു. ചെങ്കോൽ की अगुवाई में निचले सदन के कक्ष तक बढ़ती हुई राष्ट्रपति द्रौपदी मुर्मू, साथ में उपराष्ट्रपति जगदीप धनखड़. ഇതോടെയാണ് ചെങ്കോൽ രാഷ്ട്രീയം വീണ്ടും ചർച്ചയായത്.
രാജഭരണത്തിന്റെ ചിഹ്നമായ ചെങ്കോലിന് ജനാധിപത്യത്തിൽ ഇടമില്ലെന്നും ചെങ്കോൽ മാറ്റി പകരം ഭരണഘടന സ്ഥാപിക്കണമെന്നും സമാജ്വാദി പാർട്ടി MP RK ചൗധരി ആവശ്യപ്പെട്ടു. പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഈ ആവശ്യം ഉന്നയിച്ചു. കോൺഗ്രസും RJDയും ഈ നിലപാടിനെ പിന്തുണച്ചു. പ്രതിപക്ഷം തമിഴ് സംസ്കാരത്തെയും ചെങ്കോലിനെയും അവഹേളിക്കുന്നുവെന്ന ആരോപണവുമായി BJP രംഗത്തെത്തി. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് തിരുവാടുതുറൈ അധീനത്തിന്റെ പ്രതിനിധി കൈമാറിയ ചെങ്കോലിന്റെ പേരിലാണ് വിവാദം. പുതിയ പാർലമെന്റ് മന്ദിരം രാജ്യത്തിന് സമർപ്പിച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കറുടെ കസേരയ്ക്ക് താഴെ ചെങ്കോൽ സ്ഥാപിച്ചത്. 24 ഡൽഹി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ CBIയുടെ ആദ്യ അറസ്റ്റ്. പട്നയിൽ നിന്നാണ് 2 പ്രതികൾ പിടിയിലായത്. ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചു നീക്കി. നീറ്റ് വിഷയം പാർലമെന്റിൽ ഉയർത്താൻ ഇന്ത്യ സഖ്യയോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ അന്വേഷണം ഊർജിതമാക്കിയ CBI മനീഷ് പ്രകാശ്, അശുതോഷ് എന്നിവരെ പട്നയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. മെയ് 4 പരീക്ഷാ ദിവസം വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കിയവരെയാണ് അറസ്റ്റ് ചെയ്തത്. കേസുമായി നേരിട്ട് ബന്ധമുള്ള 10 പേരെ ജാർഖണ്ഡിൽ നിന്ന് കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. ഹസാരിബാഗിലെ സ്കൂൾ പ്രിൻസിപ്പലിന് പിന്നാലെ ജീവനക്കാരെയും CBI കസ്റ്റഡിയിലെടുത്തു. ചോദ്യപേപ്പർ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് അലക്ഷ്യമായി എത്തിച്ച റിക്ഷ ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് വിഷയത്തിൽ ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം സംഘർഷഭരിതമായി. കേരളത്തിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ലാത്തിചാർജിൽ മർദ്ദനമേറ്റു. പാർലമെന്റിലെ ഇരുസഭകളിലും നെറ്റ് പരീക്ഷാ ക്രമക്കേട് വിഷയം ഉന്നയിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ തീരുമാനമായത്. പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും സഭയിൽ ആവശ്യപ്പെടും. ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന് നിർണായക വിവരങ്ങൾ കൈമാറുന്നതിൽ NDA വൈമുഖ്യം കാണിച്ചുവെന്ന് CBI ആരോപിച്ചു. 24 ഡൽഹി. ഇപ്പോൾ ഒരു സ്പോർട്സ് അപ്ഡേറ്റ് വരുന്നു. നേരത്തെ മഴ മൂലം തടസ്സപ്പെട്ട ഇന്ത്യ-ഇംഗ്ലണ്ട് 2ാം സെമിഫൈനൽ T20 ലോകകപ്പിൽ മത്സരം അല്പസമയത്തിനും വീണ്ടും പുനരാരംഭിക്കും. മഴ മാറി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. 11:10 കളി പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന വിവരം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. വയനാട് മക്കിമലയിൽ കണ്ടെത്തിയ കുഴിബോംബ് സ്ഥാപിച്ചത് മാവോയിസ്റ്റുകൾ എന്ന് FIR. ഇതുവഴി റോന്തു ചുറ്റുന്ന തണ്ടർബോൾട്ട് സേനാംഗങ്ങളെ ലക്ഷ്യമിട്ടാണ് ആ ബോംബ് സ്ഥാപിച്ചത്. സ്ഫോടക വസ്തുക്കൾക്ക് സമീപത്ത് വെച്ച് മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ കണ്ടെത്തിയെന്നും FIR-ൽ പറയുന്നുണ്ട്. കോടക്കാട് കണ്ടെത്തിയ കുഴിബോംബുമായി ബന്ധപ്പെട്ട് തലപ്പുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ FIR ഈ വിധം: മക്കിമലയിലെ ബോംബ് സ്ഥാപിച്ചത് മാവോയിസ്റ്റുകൾ. ലക്ഷ്യം കോമ്പിംഗ് നടത്തുന്ന തണ്ടർബോൾട്ട് സേനാംഗങ്ങളെ അപായപ്പെടുത്തൽ. കണ്ടെടുത്തത് സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്റ്റീൽ കണ്ടെയ്നർ. 8 ജലാറ്റിൻ സ്റ്റിക്കുകളും 4 ഡിറ്റനേറ്ററുകളും സ്റ്റീൽ കണ്ടെയ്നറുമായി ബന്ധിപ്പിച്ചിരുന്നു. സൺ 19 എന്നു പേരിലുള്ള ജലാറ്റിൻ സ്റ്റിക്കുകളാണ് കണ്ടെത്തിയത്. സ്ഫോടനത്തിനായി തയ്യാറാക്കിയ വെള്ളാരം കല്ലുകളും ആണികളും നെട്ടും ബോൾട്ടും ഉൾപ്പെടെ പ്രദേശത്തു നിന്ന് ലഭിച്ചു. സ്ഫോടക വസ്തുക്കൾക്ക് സമീപം മാവോയിസ്റ്റ് അനുകൂല പോസ്റ്റർ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായും FIR-ൽ പറയുന്നു. ആറളം മുതൽ തിരുനെല്ലി വരെ വ്യാപിച്ചു കിടക്കുന്ന വനമേഖലയിലാണ് മാവോയിസ്റ്റ് കമ്പനി ദളത്തിന്റെ പ്രവർത്തനം. സംഘത്തിലെ CP മൊയ്തീൻ ബോംബ് നിർമ്മാണത്തിൽ പരിശീലനം നേടിയ ആളാണ്. ബോംബ് നിർമ്മാണത്തിനിടെയാണ് മൊയ്തീന്റെ ഒരു കൈപ്പത്തി തകർന്നത്. 2014-ൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് മാവോയിസ്റ്റായിരുന്ന ഷിനോജ് കൊല്ലപ്പെട്ടത്. കമ്പനി ദളത്തിന്റെ ഭാഗമായിരുന്ന കവിത ആറളം അയ്യൻകുന്നിൽ പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. രക്തം കൊണ്ട് രക്തകടം വീട്ടുമെന്നായിരുന്നു മാവോയിസ്റ്റുകളുടെ മുന്നറിയിപ്പ്. ഇവരുടെ ശക്തി പ്രകടനമാകാം ബോംബ് സ്ഥാപിക്കലിലൂടെ നടന്നതെന്ന് പോലീസ് സംശയിക്കുന്നു. കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഒന്നുകിൽ കവിതയടക്കമുള്ള മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതിന്റെ പ്രതികാരം, അതുമല്ലെങ്കിൽ കമ്പനി ദളത്തിൽ തങ്ങളുടെ ശക്തി ചോർന്നു പോയിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിക്കൽ. ഇതാകാം ബോംബ് വച്ചതിന് പിന്നിലുള്ള ലക്ഷ്യമെന്നാണ് പോലീസ് കരുതുന്നത്. സംഭവത്തിൽ UAPA ചുമത്തി അന്വേഷണം തുടരുകയാണ്. പ്രകാശൻ പള്ളത്തിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. കണ്ണൂരിൽ പാർട്ടി വിട്ട DYFI മുൻ നേതാവ് മനു തോമസിനെതിരെ ഭീഷണി. നിശബ്ദനാക്കാൻ അധിക സമയം വേണ്ടെന്നാണ് ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ ഭീഷണി. നേതാക്കളെ പരസ്യമായി അപമാനിക്കരുതെന്ന താക്കീതുമായി റെഡ് ആർമി സൈബർ പേജും രംഗത്തെത്തി. ഭീഷണിക്ക് മനു തോമസ് ഫേസ്ബുക്കിലൂടെ തന്നെ മറുപടിയും നൽകി. CPIM വിട്ട മനു തോമസ് P ജയരാജനെതിരെ ഗുരുതരാരോപണം ഉന്നയിച്ചതിന് പിന്നാലെ സൈബർ പോര്. എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ അധിക സമയം വേണ്ട. കൂടെയുള്ളവർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നിങ്ങനെ പോകുന്നു ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ ഭീഷണി കമന്റ്. പാർട്ടിയെയും നേതാക്കളെയും അപമാനിക്കാൻ നിൽക്കരുതെന്ന റെഡ് ആർമി എന്ന് പേരുമാറ്റിയ PJ ആർമിയുടെ മുന്നറിയിപ്പ്. P ജയരാജനെ പിന്തുണച്ച് പരോളിൽ കഴിയുന്ന TP വധക്കേസ് പ്രതി ഷാഫി മുതൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുൻ ആയങ്കി വരെ പോസ്റ്റുകൾ പങ്കുവച്ചു. വിവാദമായതോടെ പോസ്റ്റുകളെല്ലാം നീക്കം ചെയ്യപ്പെട്ടു.
ഭീഷണികൾക്ക് മറുപടിയുമായി മനു തോമസ്. TP ചന്ദ്രശേഖരൻ ഷുഹൈബ് വധങ്ങൾ വിപ്ലവമല്ല വൈകൃതമായിരുന്നുവെന്ന് ഓർമ്മിപ്പിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ്. P ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊലവിളിയുമായി എത്തിയത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾ. ഇക്കാര്യത്തിൽ ആശ്ചര്യപ്പെടുന്നില്ല. കണ്ണൂരിലെ സംഘടനയെ സംരക്ഷിക്കാൻ ഇവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നും ചോദ്യം. അതേസമയം തുടർ വിവാദങ്ങളിൽ P ജയരാജൻ ഒഴികെയുള്ള നേതാക്കൾ മൗനം പാലിക്കുന്നുവെന്നതും ശ്രദ്ധേയം. 24 കണ്ണൂർ. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. അപകീർത്തി പരാമർശത്തിൽ CPIM വിട്ട മനു തോമസിനും ഏഷ്യാനെറ്റ് ന്യൂസിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് P ജയരാജന്റെ മകൻ ജെയിൻ രാജ്. പിതാവിനോടുള്ള വൈരാഗ്യം തീർക്കാൻ തന്നെ അപകീർത്തിപ്പെടുത്തി നിയമ നടപടി സ്വീകരിക്കാൻ അഭിഭാഷകനുമായി ചർച്ച നടത്തിയതായും ജെയിൻ രാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. ദീപക് ധർമ്മടം അതിന്റെ വിശദാംശങ്ങളുമായി കോഴിക്കോടും ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ദീപക്, വീണ്ടും കണ്ണൂരിലെ CPM രാഷ്ട്രീയം ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ പ്രതികരണങ്ങൾ വരുന്നു. എന്ത് പരാമർശമാണ് ഇതിൽ ജെയിൻ രാജിന്റെ പോസ്റ്റിന് ഇടയാക്കിയത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം P ജയരാജൻ വേഴ്സസ് മനു തോമസ് എന്ന നിലയിലേക്ക് ഈ പാർട്ടിയിൽ നിന്നും പുറത്തായ മനു തോമസിന്റെ പ്രതികരണങ്ങൾ വരുന്നു. ഇന്ന് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ ആ അഭിമുഖമാണ് യഥാർത്ഥത്തിൽ ഈ നടപടിയിലേക്ക് കടക്കുന്ന രീതിയിലേക്ക് എത്തിയത്. അത് P ജയരാജന്റെ മകൻ ജെയിൻ രാജ് ഫേസ്ബുക്കിൽ തന്നെ കൃത്യമായി തനിക്കെതിരെ ശ്രീ മനു തോമസ് നടത്തിയ പരാമർശം, ഏഷ്യാനെറ്റിൽ നടത്തിയ പരാമർശം, ആ പരാമർശത്തിൽ മനു തോമസിനെതിരെയും അതുപോലെ തന്നെ ഏഷ്യാനെറ്റിന്റെ ലേഖകൻ അനൂപ് രാധാകൃഷ്ണൻ ഏഷ്യാനെറ്റിനെതിരെയും നടപടി സ്വീകരിക്കുമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയുന്ന കാര്യം, തനിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യത്തിൽ അച്ഛനോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ, അതായത് P ജയരാജനോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ ജെയിൻ രാജിനെതിരെ അപകീർത്തികരമായ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അതേ കാര്യം തന്നെ 24-ൽ സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ്. ഏതായാലും ഇപ്പോൾ മനു തോമസ് പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം P ജയരാജനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം നടക്കുന്നു. ആ വിഷയത്തിലേക്ക്, പുതിയ നിയമ നടപടിയിലേക്ക് ജയരാജന്റെ മകൻ ജെയിൻ രാജ് ഇപ്പോൾ കടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അത് കൃത്യമായി പറഞ്ഞുകൊണ്ട് നിയമ വിദഗ്ധരുമായുള്ള കൂടിയാലോചന നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജെയിൻ രാജിന്റെ P ജയരാജന്റെ മകന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. പ്രജിൻ. ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. P ജയരാജനെതിരെ തുറന്നടിച്ച് CPIM വിട്ട യുവ നേതാവ് മനു തോമസ്. പൊതുസമൂഹത്തിൽ വിശുദ്ധനാണെന്ന് സ്ഥാപിക്കാനുള്ള സംവിധാനം P ജയരാജനുണ്ട്. കണ്ണൂരിൽ ഇപ്പോഴും അധോലോക സംവിധാനമുണ്ട്. തന്റെ പരാതിയിൽ പാർട്ടി നടപടിയെടുത്തില്ല. പേടിച്ച് അഭിപ്രായം പറയാതിരിക്കില്ലെന്നും പറയാനുള്ളത് പറയുമെന്നും മനു തോമസ് എൻകൗണ്ടർ പ്രൈമിൽ വ്യക്തമാക്കി. ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച വലിയ തെറ്റുകളുടെ ഭാഗമാണ് അതെല്ലാം. കണ്ണൂരിലെയും ആ പ്രദേശത്തെയും പാർട്ടിയിൽ രൂപപ്പെട്ട ഒരു തെറ്റായ രീതിയുടെ ഒരു കാലഘട്ടത്തിലുണ്ടായ സംഭവവാസങ്ങളിൽ പെട്ടതാണ് അതെല്ലാം. അതൊരു വിപ്ലവ പ്രവർത്തനമായിരുന്നില്ല, അത് വൈദികമാണ് എന്നുള്ളത്. പക്ഷെ ഇവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ നാട്ടിലെ ആളുകളോട് ഞങ്ങൾ വലിയ പോരാളികളാണെന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പൊതുവിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ജീർണതയുടെ ഭാഗമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കകത്ത് സംഭവിക്കാൻ ഒരിക്കലും പാടില്ലാത്തതാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ തിരുത്തപ്പെടേണ്ടത് തിരുത്തുന്നില്ല എങ്കിൽ അത് ആ പാർട്ടിക്കും അത് പ്രവർത്തിക്കുന്ന സമൂഹത്തിനും ഒട്ടും ഗുണകരമല്ല എന്ന അർത്ഥത്തിലാണ് ഞാനത് പറഞ്ഞത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ യൂത്ത് കോൺഗ്രസ് എറണാകുളത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. റോഡ് ഉപരോധിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റി. തിരികെ വാർത്തകളിലേക്ക്. വയനാട് നെയ്ക്കുപ്പയിൽ കാട്ടാനയിൽ നിന്ന് രക്ഷപ്പെടാൻ തോട്ടിലേക്ക് ചാടി പ്രദേശവാസി. നടവയൽ സ്വദേശി സഹദേവൻ സഞ്ചരിച്ച ഓട്ടോറിക്ഷ കാട്ടാന തകർത്തു. കൊല്ലം തെന്മലയിൽ കാട്ടാനയെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിന് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 4:30യോടെയാണ് നെയ്ക്കുപ്പയിൽ കാട്ടാന ആക്രമണം. നടവയലിൽ ഹോട്ടൽ നടത്തുന്ന സഹദേവനാണ് പരിക്കേറ്റത്. സഹദേവൻ വന്നിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് നേരെ ആന പാഞ്ഞെടുത്തു. തോട്ടിലേക്ക് ചാടിയ സഹദേവന് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ആന തകർത്തു. കൊല്ലം തെന്മലയിൽ കാട്ടാനയെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ബിനു എന്ന യുവാവിന് പരിക്കേറ്റു. കാൽവഴുതി മറിഞ്ഞു വീഴുകയായിരുന്നു. ബിനുവിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നട്ടലിന് പരിക്ക് പറ്റിയതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പുലർച്ചെ 2 മണിക്കായിരുന്നു കാട്ടാന ആക്രമണം. 24 വയനാട് കൊല്ലം. ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയിലേക്ക്. ആലുവയിൽ റെയിൽവേ ട്രാക്കിൽ മധ്യവയസ്കനെ ട്രെയിനിടിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം ആലുവയ്ക്കടുത്ത് ട്രെയിനിൽ നിന്ന് വീണ് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. തിരുവനന്തപുരം സ്വദേശി അജേഷിനാണ് പരിക്കേറ്റത്. വിഷ്ണു സുരേഷ് നൽകും കൊച്ചിയിൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ. വിഷ്ണു, 2 അപകടങ്ങളുണ്ട്, വിശദാംശങ്ങൾ.
ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി അല്പസമയത്തിനകം വിഷ്ണു സുരേഷ് ടെലിഫോൺ ലൈനിൽ ചേരും. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ വീണ്ടും അട്ടിമറി. റൂബിന്റെ മാതാവ് രജനി മണിലാൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ആരോപണ വിധേയനായ DMOയെ കൊണ്ട് തന്നെ അന്വേഷിപ്പിച്ചു. സഹപ്രവർത്തകരെ ന്യായീകരിക്കുന്ന DFO M വെങ്കടേശ്വരന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. റൂബിൻലാലിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ നീതി തേടി അവസാന ആശ്രയമെന്ന നിലയിലാണ് മുഖ്യമന്ത്രിക്ക് അമ്മ രജനി മണിലാൽ പരാതി നൽകിയത്. എന്നാൽ പരാതി അന്വേഷിച്ചതാകട്ടെ കേസിലെ ആരോപണ വിധേയനായ ചാലക്കുടി DFO M വെങ്കടേശ്വരൻ. പരാതിയിൽ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും DFO ക്ലീൻ ചിറ്റ് നൽകി. റോഡിൽ വാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ കാട്ടുപന്നി ഉൾവനത്തിലായിരുന്നുവെന്നും അവിടെ നിന്ന് ദൃശ്യങ്ങൾ ശേഖരിച്ചതിനാണ് റൂബിനെതിരെ നടപടിയെടുത്തതെന്നും M വെങ്കടേശ്വരന്റെ വിചിത്ര റിപ്പോർട്ട്. റൂബിനെ നേരത്തെയും കള്ളക്കേസിൽ കുടുക്കാൻ വനം വകുപ്പ് ശ്രമിച്ചിരുന്നു. ഇത് തെളിയിക്കുന്ന നിർണായക തെളിവുകൾ 24 പുറത്തുവിട്ടതോടെ കേസിൽ പോലീസ് പുനരന്വേഷണം പ്രഖ്യാപിച്ചു. അതിനിടെ പുനരന്വേഷണം മറച്ചുവെച്ച് റൂബിന്റെ ക്രിമിനൽ പശ്ചാത്തലമായി പഴയ കേസ് റിപ്പോർട്ടിൽ DFO അവതരിപ്പിക്കുകയും ചെയ്തു. നീതി തേടി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച പരാതി ഒടുവിൽ ഉദ്യോഗസ്ഥ ഒത്തുകളിയിൽ പൂർണ്ണമായും തള്ളി. 24 തൃശൂർ. നേരത്തെ സൂചിപ്പിച്ച അപകട വാർത്തയിലേക്കാണ്. ആലുവയിൽ റെയിൽവേ ട്രാക്കിൽ മധ്യവയസ്കനെ ട്രെയിനിടിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ അതേസമയം ആലുവയ്ക്കടുത്ത് ട്രെയിനിൽ നിന്ന് വീണ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശി അജേഷിനാണ് പരിക്കേറ്റത്. വിഷ്ണു സുരേഷ് നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, 2 അപകടങ്ങളുണ്ട്, അതിന്റെ വിശദാംശങ്ങൾ. പ്രജിൻ, അതിദാരുണമായ സംഭവമാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ സമീപ പരിസരത്ത് ഉണ്ടായത്. വൈകിട്ടോടുകൂടിയാണ് ആലുവ റെയിൽവേ ട്രാക്കിൽ മധ്യവയസ്കരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മെട്രോ പില്ലർ 70-ന് സമീപത്തുള്ള റെയിൽവേ ട്രാക്കിലാണ് 55 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആളെ കണ്ടെത്തിയത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് എത്തി ബാക്കി നടപടികൾ സ്വീകരിച്ചു. മറ്റൊരു സംഭവം ഉണ്ടായത് രാത്രി 9:40 കളമശ്ശേരി ഭാഗത്തുനിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയായിരുന്ന ട്രെയിനിലെ വാതിൽ നിന്നാണ് പുറത്തേക്ക് ഈ യുവാവ് പുറത്തേക്ക് വീണത്. തിരുവനന്തപുരം സ്വദേശി അജേഷിനാണ് ഇത്തരത്തിൽ പരിക്കേറ്റത്. അജേഷിന്റെ കാലിനും അതോടൊപ്പം തന്നെ നട്ടലിനും ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. RPF ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ് അജീഷിനെ ആദ്യം ആലുവ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ പിന്നീട് പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിദാരുണമായ സംഭവമാണ്. ഗുരുതരമായി അജീഷിന് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പ്രജിൻ, ശരി. ആലുവയിലാണ് റെയിൽവേ ട്രാക്കിൽ മധ്യവയസ്കനെ ട്രെയിനിടിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഒപ്പം ആലുവയ്ക്കടുത്ത് മറ്റൊരു അപകടത്തിൽ ട്രെയിനിൽ നിന്ന് വീണ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. തിരുവനന്തപുരത്തെ അജേഷിനാണ് പരിക്കേറ്റത്. ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് നൽകിയ വിവരം. ഇനി കാൽപന്തോളം. കോപ്പ അമേരിക്കയിൽ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കാൻ യുറഗ്വായും അമേരിക്കയും നാളെ ഇറങ്ങും. ഇന്ത്യൻ സമയം പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ അമേരിക്കയുടെ എതിരാളികൾ പനമയാണ്. മുൻ ചാമ്പ്യന്മാരായ യുറഗ്വായ് 6:30 ബൊളീവിയയും നേരിടും. തോറ്റാൽ പുറത്താവും എന്നതിനാൽ പനമയ്ക്കും ബൊളീവിയയ്ക്കും ജയം അനിവാര്യമാണ്. T20 ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ മികച്ച സ്കോറിനായി ഇന്ത്യ പൊരുതുകയാണ്. 2 വിക്കറ്റിന് ഇന്ത്യ 91 റൺസ് പിന്നിട്ട് കഴിഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. സ്പോർട്സ് ഡെസ്കിൽ നിന്നും അനിൽ വാസുദേവ് നൽകും അതിന്റെ അപ്ഡേറ്റുകൾ. അനിൽ, നേരത്തെ മഴ മൂലം തടസ്സപ്പെട്ട കളിയാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. എന്താണ് നിലവിലെ ഒരു അപ്ഡേറ്റ്? നിലവിൽ ഈ പറയുന്ന പോലെ പിച്ചിലൊക്കെ ഈർപ്പം കൂടുതലാണോ? അത് എങ്ങനെയാണ് ബാറ്റിങ്ങിനെ ബാധിക്കുക? ഇപ്പോൾ 12 ഓവർ പൂർത്തിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 91 റൺസ് 2 വിക്കറ്റിന്. ഇതല്ലേ ഇപ്പോഴത്തെ നില? അങ്ങനെ തന്നെയാണ് പ്രജിൻ. ഇപ്പോൾ 12 ഓവർ പിന്നിട്ടപ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 97 റൺസ് എന്ന നിലയിലാണ് ടീം ഇന്ത്യ. നായകൻ രോഹിത് ശർമ്മ 49 റൺസുമായും 33 റൺസോടെ സൂര്യകുമാർ യാദവുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. വലിയ പ്രതീക്ഷയിലാണ് ഇന്ത്യ. ഇടയ്ക്ക് മഴ തടസ്സപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യക്ക് ഇതിനേക്കാൾ വലിയ ഒരു നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നു. കാരണം ആ മഴ പെയ്തതോടുകൂടി ആ മൊമെൻറ്റത്തിൽ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ആ മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ ഇന്ത്യ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും രോഹിത്തും സൂര്യകുമാർ യാദവും ആക്സലറേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. രോഹിത് ഇപ്പോൾ ഒരു 6 നേടിക്കഴിഞ്ഞു. സൂര്യകുമാർ യാദവും തുടർ ബൗണ്ടറികളൊക്കെ തന്നെ നേടിയിട്ടുണ്ട്. എന്തായാലും ഈ ബാർബേഡോസിലെ ഒരു പിച്ചിൽ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 156 ആണ്. അപ്പോൾ ഒരു മികച്ച സ്കോർ, പ്രത്യേകിച്ച് വെടിക്കെട്ട് ബാറ്റർമാരടങ്ങിയ ഇംഗ്ലീഷ് നിരക്കെതിരെ വലിയൊരു സ്കോർ വെച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് ബൗളിംഗ് ചെയ്യുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാകും, അല്ലെങ്കിൽ വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. അതുകൊണ്ട്
ഒരു മികച്ച സ്കോർ 180ക്ക് മുകളിൽ ഒരു സ്കോർ തന്നെ വെച്ചായിരിക്കും ഇന്ത്യൻ ബാറ്റർമാർ ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നത്. രോഹിത് എന്തായാലും കഴിഞ്ഞ മത്സരങ്ങളിലെ പോലെ ഈ മത്സരത്തിൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം അർദ്ധ സെഞ്ചുറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും രോഹിത്തിൽ പ്രതീക്ഷ വെക്കുകയാണ് ടീം ഇന്ത്യ. എന്തായാലും മറ്റൊരു ഫൈനലിലേക്ക് ഇന്ത്യ എത്തണമെങ്കിൽ രോഹിത്തിൻ്റെ ബാറ്റ് ഒന്നുകൂടി ഇന്ത്യക്ക് വേണ്ടി ശക്തമായി പോരാടേണ്ടതുണ്ട്. ഇന്ത്യക്ക് എളുപ്പം മികച്ച സ്കോർ നേടിയ ശേഷം എനിക്ക് തോന്നുന്നു രോഹിത് ശർമ്മ ഇതാ 50 അടിച്ചിട്ടുണ്ട്, അർദ്ധ സെഞ്ചുറി നേടിയെന്നാണ് ഇപ്പോൾ അർദ്ധ സെഞ്ചുറിയിലേക്ക് പിന്നിട്ടിരിക്കുകയാണ്. 55 റൺസ് 36 പന്തിൽ 6 4 2 6 ഉൾപ്പെടെ ഒരു 6ൽ നിന്നാണ് രോഹിത്തിന്റെ ഈ അർദ്ധ സെഞ്ചുറി പിറന്നിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ 92 റൺസ് നേടിയ രോഹിത് ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ, ശക്തരായ ഇംഗ്ലണ്ടിനെതിരെ, നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെതിരെയും അർദ്ധ സെഞ്ചുറി നേടി ഒരു ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. രോഹിത്തിന് ഈ മൊമെന്റം കീപ്പ് ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇംഗ്ലണ്ടിനെതിരെ വലിയ സ്കോർ നേടേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു 150 എബോവ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നടക്കട്ടെ. 8.32 ശരാശരിയിലാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ്. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ വിശദാംശങ്ങൾ നൽകിയത്. 2024 കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ മലപ്പുറം സ്വദേശി ഹാഫിസ് റഹ്മാന് മിന്നും നേട്ടം. JEE മെയിൻ പരീക്ഷയിലും കേരളത്തിൽ ഒന്നാമനായ ഹാഫിസ് ഉൾപ്പെടെ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ 7 വിദ്യാർത്ഥികൾ 100% സ്കോർ കരസ്ഥമാക്കി. എൻട്രൻസ് പരീക്ഷകളിലെ തിളക്കമാർന്ന നേട്ടം ആവർത്തിക്കുകയാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. കീം 2024 സ്കോർ പ്രസിദ്ധീകരിച്ചപ്പോൾ മലപ്പുറം സ്വദേശി ഹാഫിസ് റഹ്മാൻ 100% സ്കോർ സ്വന്തമാക്കി. ഹാഫിസിനെ കൂടാതെ ആലപ്പുഴ സ്വദേശികളായ ദേവാനന്ദ്, നെവിൻ സിബി, കോട്ടയം സ്വദേശികളായ അലൻ ജോണി, റിയ അനി റുബർട്ട്, ജോർഡൻ ജോയ് എന്നിവർ 100% സ്കോറോടെ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചു. തൃശൂർ സ്വദേശിയായ ശ്രേയ റോസ് ബിജു ഫാർമസി വിഭാഗത്തിൽ 100% സ്കോർ കരസ്ഥമാക്കി. ബ്രില്യന്റിലെ 500-ലധികം വിദ്യാർത്ഥികൾ 99% മുകളിൽ സ്കോർ നേടി. ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ ബ്രില്യന്റിലെ 4 വിദ്യാർത്ഥികൾ 720 മാർക്കോടെ ഓൾ ഇന്ത്യ തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയിരുന്നു. നീറ്റ്, JEE മെയിൻ, JEE അഡ്വാൻസ്ഡ്, ഐസർ, കീം ഉൾപ്പെടെയുള്ള എൻട്രൻസ് പരീക്ഷകളിലെ ചരിത്ര വിജയത്തിലൂടെ ദേശീയ തലത്തിലും സംസ്ഥാനത്തും എതിരില്ലാത്ത നേട്ടമാണ് പാലാ ബ്രില്യന്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. 24 കോട്ടയം. വിദ്യാർത്ഥി തയ്യാറാക്കിയ വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയ ഒരു സ്കൂളുണ്ട് വയനാട്ടിൽ. പൂമല മക്ലോഡ്സ് ഇംഗ്ലീഷ് സ്കൂളിലായിരുന്നു പൊതുതെരഞ്ഞെടുപ്പിന് സമാനമായ കാഴ്ച. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ജോവൽ റോബിനാണ് വോട്ടിംഗ് യന്ത്രം രൂപകൽപ്പന ചെയ്തത്. പൊതുതെരഞ്ഞെടുപ്പിന് സമാനമായ സജ്ജീകരണങ്ങൾ, പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർമാർ, വിരലിൽ മഷി പുരട്ടൽ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എല്ലാം ഒരുക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പൂമല മക്ലോഡ്സ് ഇംഗ്ലീഷ് സ്കൂളിൽ. സ്പീക്കർ, മാഗസിൻ എഡിറ്റർ, ആർട്സ് ക്ലബ് സെക്രട്ടറി, സ്പോർട്സ് ക്യാപ്റ്റൻ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ്. ഐപാഡിലും ആൻഡ്രോയിഡ് ഫോണിലും വോട്ട് ചെയ്യാവുന്ന സംവിധാനം. അപ്പോൾ തന്നെ പോളിംഗ് ശതമാനവും വോട്ടെണ്ണവും അറിയാനാകുന്ന വിധത്തിലാണ് സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ജോവൽ റോബിന്റെ 5 മാസത്തെ പ്രയത്നമാണിത്. നമ്മൾ 5 മന്ത്സ് മുതൽ തുടങ്ങിയൊരു പ്രൊജക്റ്റാണിത്. സോ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ വോട്ടിംഗ് ആണ്. സോ ഇപ്പോൾ ഓരോ ആൾക്കും ഓരോ വോട്ട് തന്നെ കൊടുത്ത് അഷ്യൂർ ചെയ്യാന്നുള്ളതാണ്. ഒരാൾക്ക് തന്നെ 2 വോട്ട് ചെയ്യാനും കഴിയില്ല. അതേപോലെ തന്നെ പേപ്പർ വോട്ടിങ്സ് ഇപ്പോൾ മാറി ഡിജിറ്റലാക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഓരോ ആൾക്കാർക്കും ഓരോ കുട്ടികൾക്കും ഓരോ പൊസിഷൻസിനും ഓരോ സ്ക്രീൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ഹെഡ് ബോയ്ക്ക് വോട്ട് ചെയ്യുന്നവർക്ക് കറക്റ്റ് ഹെഡ് ബോയ്, അതേപോലെ തന്നെ നമുക്ക് ലൈവായിട്ട് ഓരോ പൊസിഷനും മൊത്തത്തിൽ എത്ര വോട്ട് കയറിയിട്ടുണ്ടെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ഇവിടെ നമുക്ക് ഓൺ ദി സ്പോട്ട് കാണാവുന്നതാണ്. ആർക്ക് വോട്ട് പോയി എന്നുള്ളത് കാണാൻ പറ്റില്ല, പക്ഷേ പകരം നമുക്ക് രണ്ടിലും കൂടെ പൊസിഷൻ അനുസരിച്ച് നമുക്കിപ്പോൾ രണ്ടും കൂടെ ടോട്ടൽ എത്ര വോട്ട് അവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അതിൽ കാണാനായിട്ട് കഴിയും. പൊതുതെരഞ്ഞെടുപ്പ് പോലെ വോട്ട് രേഖപ്പെടുത്താൻ സംവിധാനം ഒരുക്കാനായതിന്റെ ആഹ്ലാദം അധ്യാപകർക്കും. നമ്മളുടെ കുട്ടി തന്നെ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ, അതാണ് നമ്മളുടെ ഒരു ഹൈലൈറ്റ്. വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ്. ജോവൽ രാജു വളരെ ഇന്നോവേറ്റീവായ ഒരു കുട്ടി തന്നെയാണ്. അവൻ ഇതിൽ പഠിക്കുകയും കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ ആ സോഫ്റ്റ്വെയർ ചെയ്തതിന് ഒരു പടി മുന്നിലായിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെയൊന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും ടീച്ചേഴ്സിന് നമ്മളെല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുകയും ഇങ്ങനെ ഓരോ കുട്ടികൾക്കും ശരിക്കും നമ്മൾ ജനറൽ ഇലക്ഷൻ നടത്തുന്ന പോലെ തന്നെ ഇങ്ങനെ ടാബ് ഉപയോഗിച്ച് ഇങ്ങനെ സോഫ്റ്റ്വെയർ ഇത് വളരെ സക്സസ്ഫുൾ ആവുകയും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. മൂലങ്കാവ് കറുകപ്പള്ളി റോബിൻ ട്വിങ്കിൾ ദമ്പതികളുടെ മകനാണ് ജോവൽ റോബിൻ. മാതാപിതാക്കളുടെയും ധനേഷ് കുമാർ, അനീഷ് തോമസ് എന്നിവരടക്കമുള്ള അധ്യാപകരുടെയും പിന്തുണ ഈ ഉദ്യമത്തിന് ജോവലിനുണ്ടായിരുന്നു. 24 വയനാട്. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.